ശ്രീ വെങ്കടേഷ് പെരുമാൾ, തമിഴ്നാട്ടിലെ മാധ്യമപ്രവർത്തകൻ. ശ്രീ വെങ്കടേഷ് പെരുമാൾ, ഈ അപകടം എങ്ങനെ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ എന്താണ്? പ്രചാരണമായിട്ട് വിജയ് ഇന്ന് നാമക്കല്ലിൽ തുടങ്ങിയിട്ട് പിന്നെ കരൂരിലേക്ക് വരികയായിരുന്നു. കരൂരിലേക്ക് വരുന്ന സമയം ആദ്യം പറഞ്ഞ ടൈമിനെക്കാട്ടിലും വൈകിക്കൊണ്ടേയിരുന്നു. ആക്ച്വലി അത് വൈകി വന്നപ്പോഴും അതിന്റെ തിരക്ക് നാമക്കല്ലിലുണ്ടായിരുന്ന അത്രയും തന്നെ അതിനെക്കാട്ടിലും ഭയങ്കര തിരക്ക് കരൂരിലുണ്ടായിരുന്നു. സോ കരൂരിൽ എത്തിയിട്ട് പ്രസംഗം തുടങ്ങിയപ്പോൾ മുതൽ ആൾക്കൂട്ട തിരക്ക് എല്ലാ സ്ഥലത്തും വിജയിന്റെ ഇതിൽ തിരക്കുള്ള ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതിസൈന്യമായ തിരക്ക് കൂടിയത് കാരണം ഇപ്പോൾ വരെ മരണസംഖ്യ 29 പറയപ്പെടുന്നു. ഇനിയും കൺഫേം ആയിട്ടില്ല. ഇനിയും അത് കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. മരിച്ചതിൽ കുട്ടികളും പെണ്ണുങ്ങളും ഉൾപ്പെടെ ഇതിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഇയാളുടെ പ്രചാരണം വിജയിന്റെ പ്രചാരണം കൂടുതൽ നടക്കുന്നത് ശനിയാഴ്ചയാണ് വെക്കുന്നത് കൊണ്ട് ആൾക്കാരെല്ലാം വിജയെ കാണാനും വിജയ് പറയുന്നത് കേൾക്കാൻ അതും കൂടിയായിട്ട് എല്ലാം കൂടി തിരക്കി കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഒരു നിമിഷം അങ്ങ് തുടരൂ. പുതിയ ചില ദൃശ്യങ്ങൾ, ആശുപത്രിയിലൊക്കെ നിലവിളിക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങളൊക്കെ ദയവായി തുടരൂ. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ വാവിട്ട് നിലവിളിച്ച് ആശുപത്രികളിലേക്ക് എത്തുകയാണ്. അത്ര വലിയൊരു ദുരന്തമാണ് കരൂരിൽ സംഭവിച്ചത്. ആശുപത്രിയിലുള്ള പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നു. അതത്ര ആശങ്ക ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ശ്രീ വെങ്കടേഷ് പെരുമാൾ, സർക്കാർ ഔദ്യോഗികമായി ഇപ്പോൾ താങ്കൾ ചെന്നൈയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെന്നൈയിലല്ലേ, അതോ കരൂരിലാണ്? ചെന്നൈയിൽ മാധ്യമങ്ങൾക്ക് സർക്കാർ ഔദ്യോഗികമായി നൽകുന്ന മരണസംഖ്യ എത്രയാണ്? 29 കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരും കൂടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം 40-ന് മുകളിലാണ് എന്നാണ് കരൂരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണമാണോ അതോ പരിക്കേറ്റവരുടെ എണ്ണമാണോ? പരിക്കേറ്റവരുടെ എണ്ണം. ഗുരുതര പരിക്കേറ്റവരുടെ എണ്ണം പ്രത്യേകമായി പറയുന്നുണ്ടോ സർക്കാർ? ഇല്ല, പറയുന്നില്ല. പക്ഷെ ആശങ്കാജനകമാണെന്നുള്ള കാര്യം അവര് ഓഫ് ദ റെക്കോർഡ് അവർ പറഞ്ഞു. പക്ഷെ മരിച്ചവരെ ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അതായത് പരിക്കേറ്റവരുടെ എണ്ണം കൂടാൻ കാരണം മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു വരുന്നത്. പക്ഷെ കൺഫേം ചെയ്തേക്കുന്നത് 29 പേരെ ചെയ്തിട്ടുള്ളൂ. ഇനിയും അത് കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വരുന്നു. ശരി, നേരത്തെ MLA, മന്ത്രി അവരൊക്കെ നൽകിയ വിവരത്തിൽ 31, ഇപ്പോൾ അത് 33 എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 36 മരണം എന്ന സംശയം വരുന്നുണ്ട് കരൂരിൽ നിന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വിവരം ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 1-2 സംഖ്യയുടേതല്ലോ, ചില സംഖ്യ എന്നതല്ലല്ലോ, വലിയൊരു ദുരന്തമാണല്ലോ ഇത്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത നിൽക്കുമ്പോൾ എങ്ങനെയാണ് സർക്കാരിൻ്റെയൊക്കെ ഇടപെടൽ? ഇവരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ? അവിടുത്തെ സ്ഥിതി യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അവിടുത്തെ മാധ്യമപ്രവർത്തകരുമായൊക്കെ സംസാരിക്കുമ്പോൾ ഇതിൽ ആക്ച്വലി ഇവിടെ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ വിജയിന്റെ പ്രചാരണത്തെ അവിടെ ക്യാമ്പയിനിങ്ങിന് അവിടെ വരുമ്പോൾ തന്നെ വരാൻ പറഞ്ഞ ടൈമിനെക്കാട്ടിലും എപ്പോഴും ഡിലേ ആയിട്ടാണ് ഇപ്പോഴുള്ള 2-3 ക്യാമ്പയിനും നടന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. വിജയ് നാമക്കല്ലിൽ സംസാരിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കരൂരിലേക്ക് വരുന്നതായിരുന്നു. കരൂർക്ക് നാമക്കൽ 30-40 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ കുറേ സമയമെടുത്ത് വരാൻ. ഇത് വരാൻ തോറും വിജയ് വൈകും തോറും അവിടെ തിരക്ക് കൂടി വർദ്ധിച്ചു വന്നു. അല്ല സാർ, ഒരു സംശയം. ഈ നാമക്കല്ലിൽ നിന്ന് കരൂരിലേക്ക് വരുന്ന റോഡ് ഷോ ആയിട്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് സമാനമായി ആളുകൾ ഇരുവശത്തും ഉണ്ടായിരുന്നു, അതോ ഈ സ്ഥലത്ത് മാത്രമായിരുന്നു ഇത്രയധികം ആൾക്കൂട്ടം? അല്ല, വരുന്ന വഴിയെല്ലാം വിജയെ കാണാനും വേണ്ടി വരുന്ന വഴിയെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. അത് ഇവര് പറഞ്ഞ ഇവരുടെ പബ്ലിക് മീറ്റിംഗ് തീരുമാനിച്ച സ്ഥലത്തും വളരെ ഇതായിരുന്നു. അത് ഭയങ്കര ചെറിയ സ്ഥലങ്ങളായിട്ടാണ് വിഷ്വലിൽ തന്നെ കാണാൻ പറ്റിയത്. കാരണം താഴ്ന്ന വഴിയൊക്കെ അവരെ ഇതിൽ തന്നെ ഡ്രോൺ ഷോട്ട്സ് കുറേ ഉണ്ടായിരുന്നു. അതിൽ തന്നെ കാണാൻ പറ്റും. ഫുൾ ക്രൗഡായിരുന്നു, ഹെവി ക്രൗഡായിരുന്നു. വിജയ് പോലും കരൂരിലെ അയാൾ പ്രസംഗത്തിന് ശേഷം കുട്ടികളെ കാണാനില്ല എന്നുള്ളതൊക്കെ അനൗൺസ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ശരി.